അഞ്ഞൂറിലധികം വരുന്ന CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ സമരം ചെയ്തു. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധ ഇവരിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നത്. നമുക്ക് ഈ മന്ത്രിമാർ സന്തോഷത്താൻ സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ MP. അദ്ദേഹം കൂടി എത്തണം, അദ്ദേഹത്തിന്റെ ആണല്ലോ. പുല്ലും പച്ചിലയും തിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം. കന്നുകാലികളോട് കാണിക്കുന്ന കരുണ പോലും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് സർക്കാർ കാണിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പുല്ല് തിന്ന് സമരക്കാർ പ്രതിഷേധിച്ചത്. മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും ശവമഞ്ചത്തിൽ കിടന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ച ഉദ്യോഗാർത്ഥികൾ ഇന്ന് പുല്ലും പച്ചിലയും തിന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികളും PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കയറണം. ആ കാലം കഴിഞ്ഞു. 5-ാം വർഷം മുഖത്തൊരു ചിരി പൊട്ടിച്ചു വെച്ച് ഈ നാട് മുഴുവൻ വോട്ട് തന്നെ നടക്കുന്ന ഇവന് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടുകാർ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. മറിച്ച് തെണ്ടാൻ മാത്രം പഠിപ്പിച്ചില്ല, ഈ ഗവൺമെന്റ് അത് പഠിപ്പിച്ചു. കേരളത്തിലെ പോലീസുകാരായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ PSC എഴുതി ഇങ്ങനെ നിൽക്കുന്നവരാ. ഏത് വർഷത്തിൽ ലാഹേലു വക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലു വക്കച്ചിന് മുദ്രാവാക്യം വിളിക്കാനും ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില്. 2019 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട CPO ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാവരും തന്നെ. ഇവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുവാൻ ഇനി 55 ദിവസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. അത് അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി 10 മാസത്തോളം നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ ഭരണപക്ഷത്തുള്ള എല്ലാ 12 ദിവസം കൊണ്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ഭരണശിലാ കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. എന്നിട്ടും ഈ മെറിറ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് എന്തിനാണ് ഈ ഗവൺമെന്റിന് ഈ ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് മനസ്സിലാവുന്നില്ല. മുൻ ചെയർമാന്റെ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ഇരയായിട്ടാണ് ഇത്രയും കുടുംബങ്ങൾ ഈ ഒരു റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നുള്ളത്. വേക്കൻസി ഇരിക്കുന്നുണ്ട്, ആ ബക്കറ്റ് ഇവിടെ കൊണ്ടു വെക്കാന്നുള്ള കണ്ണീരിന്റെ നനവുള്ള പിച്ച പണം കൊണ്ട് സ്റ്റേറ്റ് കാറുകളിൽ മലർന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും പിന്നെ സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ച് സ്റ്റേറ്റ് ചെലവിൽ തീറ്റി കൊഴിപ്പിച്ച് പിന്നീട് അവർക്ക് പെറ്റണീക്കാൻ എന്നുവെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പെൻഷൻ കിട്ടി എങ്ങനെയൊക്കെ ജീവിച്ചു പോവാം, മരിച്ചു പോവാം, അവസാനം സന്തോഷമായിട്ട് പിരിയാം എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നാടിനെ മുടിച്ച് മുച്ചൂട് മാന്നത് നിന്റെ ഈ വർഗമുണ്ടല്ലോ, എന്ന് പറയുന്നത് ഞങ്ങൾ 2019 നോട്ടിഫിക്കേഷൻ വിളിച്ച് 2023 റാങ്ക് ലിസ്റ്റ് വന്ന സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളാണ്. ഞങ്ങൾ 4 വർഷമാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വേണ്ടി ഞങ്ങൾക്ക് കളയേണ്ടി വന്നിരിക്കുന്നത്. 2023 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. പക്ഷേ 2022 ഡിസംബർ മാസത്തിൽ തന്നെ PSC വീണ്ടും ഈ ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതുപോലെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരികയും ഇപ്പോൾ അതിന്റെ ഫിസിക്കൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട. ഒന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് പണമില്ല, 2 കേന്ദ്രം കൊടുക്കുന്നില്ല. നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിലവിലുള്ള ഒഴിവുകൾ നികത്തുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്? അതിനുള്ളത് ഈ പറയുന്ന താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്ന അത്ര പോലും ബാധ്യത കേരള സർക്കാരിന് ഉണ്ടാവില്ല എന്നുള്ളതും ഞങ്ങൾ ഉണർത്തുന്നു. മീൻ കച്ചവടം അഭിമാനമുള്ള ജോലി കേട്ടോ. കല്യാണത്തിന് പെണ്ണിനെ കിട്ടാതിരിക്കത്തില്ല, ചെറുക്കനെ കിട്ടാതിരിക്കത്തില്ല. നല്ല അഭിമാനമുള്ള ജോലിയാണ്. കാശുണ്ടെങ്കിൽ ഏതവനും കൊച്ചിനെ കൊണ്ടു തരും കേട്ടോ. പോയി മീൻ വിൽക്കണം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. പിന്നെ കേറിയാ പിന്നെ ഒരു കാര്യമുണ്ട്, കേറുന്നവരേ ഉള്ളൂ പ്രശ്നം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറ്റും. എന്നുവെച്ചാൽ പാലം കടന്നു കഴിഞ്ഞാൽ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറ്റും. എന്നുവെച്ചാൽ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്ര കാര്യമൊന്നുമില്ല. അത് നാട്ടുകാർ സർക്കാരിന്റെ കാര്യം, അത് നടത്തി കൊടുക്കും, ശമ്പളവും കിട്ടും. പോലെ ജനങ്ങളുടെ അവകാശങ്ങളും അഭിമാനവും എടുത്ത് വിത്ത് കുത്തി കൊളം തോണ്ടുന്ന നേതാക്കന്മാരെ ഇതിങ്ങനെ എടുത്ത് വരിഞ്ഞു കെട്ടി കൗബീനം എടുത്ത് നിന്ദിക്കാൻ പാടില്ലെങ്കിൽ ഇതിന്റെ മാനം കെടുത്താൻ പാടില്ല. ഇവർ പറയുന്നത് പോലെ തന്നെ ഇനി 55 ദിവസം മാത്രമാണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ 14,000-ത്തിലധികം ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്നത്. ഏതാണ്ട് 21% ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ മാത്രമാണ് ഇവർക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഇവർ നമ്മുടെ വീട്ടിലെ ഒരു സഹോദരങ്ങളാണ്. എന്റെ അനിയനാണ്, നിങ്ങളുടെ ചേട്ടനാവാം. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇവരെ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യണം. 2020 റാങ്ക് ലിസ്റ്റുകാർക്ക് ലഭിച്ച നീതിയുടെ പകുതിയെങ്കിലും ഈ റാങ്ക് ലിസ്റ്റുകാർക്ക് ലഭിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. 2022 ജനുവരി മുതൽ 2024 ഏപ്രിൽ 12 വരെയുള്ള നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഈ ലിസ്റ്റിലുള്ളവരിൽ പകുതിയിൽ കൂടുതലും രക്ഷപ്പെടും എന്നുള്ളതാണ്.